Hello everyone, welcome back to our channel. കോവയ്ക്കയുടെ ഗുണങ്ങൾ അറിയുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കോവയ്ക്ക വാങ്ങി കഴിക്കാതിരിക്കില്ല. ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ സ്കിന്നിൻ്റെ ഡാമേജ് എല്ലാം കുറച്ചിട്ട് സ്കിന്നൊക്കെ നല്ല സപ്പിളായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ഗ്ലോയിങ് ആയിട്ട് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹാർട്ട് ഡിസീസ് കുറയ്ക്കാനും ബ്ലഡ് ഷുഗർ ലെവലാക്കാനും കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യാനും ക്യാൻസർ തടയാനും ഒക്കെ കോവയ്ക്കയ്ക്ക് ഗുണമുണ്ട്. നമ്മൾ ഈ കോവയ്ക്ക വെച്ചിട്ട് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിമ്പിൾ മെഴുക്ക് വരട്ടിയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കോവയ്ക്ക തന്നെ എടുക്കണം. പക്ഷേ എനിക്കിവിടെ ഷാർജയിലെ മാളിലൊക്കെ നമ്മൾ കോവയ്ക്ക വാങ്ങാൻ പോകുന്ന സമയത്ത് നല്ലതെല്ലാം എല്ലാവരും എടുത്തിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ബാക്കി വരുന്നതൊക്കെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിൻ്റെ അകത്ത് പഴുത്തതും എല്ലാം ഉണ്ടാവും. അതുകൊണ്ടിട്ടാണ് ഈ ഒരു കളറ്. നിങ്ങൾ നാട്ടിലാണെങ്കിൽ നല്ല ഗ്രീൻ ആയിട്ടുള്ള ഇളം കോവയ്ക്ക തന്നെ നോക്കിയെടുക്കണം, അപ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ അധികം കനം കുറച്ച് അരിയേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 3 മില്ലിമീറ്റർ കനത്തിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് 4-5 നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള ഉണക്കമുളക്, ഒരു വാളം ഉള്ളി. ഉള്ളിയിൽ കോംപ്രമൈസ് ഒന്നും ചെയ്യേണ്ട, ഉള്ളി ഇത്ര എടുത്തോളൂ. ജസ്റ്റ് ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം. ഇതേപോലെ ഞാൻ ചതച്ചിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എന്നാലും നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ, നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ പുറം തൊലി ഒന്ന് വൈറ്റ് കളറായി വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും ഉണക്കമുളകും കൂടിയുള്ള മിക്സ് ചേർത്ത് നല്ല പോലെ ഇളക്കുക. നന്നായിട്ട് വഴഞ്ച് വരണം കേട്ടോ. ഇതുപോലെ വഴഞ്ചിട്ട് നമ്മുടെ ഉള്ളിയിൽ നിന്ന് പുറത്തേക്ക് എണ്ണ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില എത്ര ഉണ്ടെങ്കിലും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കിട്ടുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ മസാലകൾ കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി മഞ്ഞൾപ്പൊടിയുടെ ആ പച്ച മണമൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. പച്ചമണമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കോവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കോവയ്ക്കയ്ക്ക് വേണ്ട ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അതിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് ഇതേ രീതിയിലൊന്ന് വഴറ്റിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ 2 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. എന്നാലാണ് നല്ലൊരു വെണ്ണ പോലെ ഇങ്ങനെ വെന്ത് കിട്ടുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ടേസ്റ്റ്. അപ്പോൾ ഇതേപോലെ നടുക്കോട്ട് കൂട്ടി വെച്ചിട്ട് തുറന്ന് വെച്ചിട്ടാണ് ഞാൻ വേവിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കിക്കോണം, അടിയിൽ പിടിക്കാതെ ഒന്ന് ഇളക്കി ഒന്ന് ഇട്ടിട്ട് വീണ്ടും അതേപോലെ ആക്കി വെച്ചാൽ മതി. കണ്ടോ, ഇപ്പം നല്ല പോലെ കളറൊക്കെ മാറി നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല വെണ്ണ പോലെ ഇരിക്കും അതിൻ്റെ ഉള്ളുഭാഗം. കഴിക്കുമ്പോൾ അത്രയ്ക്കും നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ വെന്ത് വരണം, ഒട്ടും കടിക്കാത്ത രീതിയിൽ വെന്ത് വരണം. ആ സമയത്ത് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഒട്ടും ഉടഞ്ഞു പോവാതെ വഴറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ വഴറ്റി കൊടുത്തിട്ട് നമുക്ക് ഇതിങ്ങനെ വിടർത്തി ഇട്ട് കൊടുക്കണം. കൂട്ടി വെക്കരുത്, ഈ പാത്രത്തിൽ നിന്ന് മാറ്റുകയും ചെയ്യരുത്. ഈ ഒരു പാത്രത്തിൽ തന്നെ ഇങ്ങനെ വിടർത്തി ഇട്ടിട്ട് ഓഫ് ചെയ്ത് വെക്കാം നമുക്ക്. അപ്പോൾ ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് ഒന്നുകൂടി ഒന്ന് ക്രിസ്പിയായി കിട്ടിക്കോളും. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഉള്ളിൽ നല്ല പോലെ വെന്തിട്ടുണ്ടാവും, ചെറിയൊരു ക്രിസ്പിനെസ്സും ഉണ്ടാവും, വഴറ്റിയൊരു ടേസ്റ്റും ഉണ്ടാവും. അടിപൊളി ടേസ്റ്റിയായുള്ള കോവയ്ക്ക മെഴുക്ക് വരട്ടിയാണ്. ഒരു വട്ടം ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്തേക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ.